എവരിവൺ, ഫിസിക്സ് ബോസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന ചാപ്റ്ററിന്റെ പാർട്ട് 3 വീഡിയോ ആണ്. അപ്പം വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പ്രധാനമായും ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കണ്ടന്റുകൾ എന്താണെന്ന് നമുക്ക് ആദ്യം പരിചയപ്പെടാം. ഓക്കെ, അപ്പം ഇന്ന് പ്രധാനമായിട്ടും എടുക്കാൻ പോകുന്ന കണ്ടന്റുകൾ ഇവയൊക്കെയാണ്. നമുക്ക് അതൊന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്ടർ. ഒരു ഇൻഡക്ടറിൽ എത്രത്തോളം എനർജിയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് അത് കാണാൻ പോവാം. അതിനുശേഷം വർക്കിംഗ് ഓഫ് എ സി ജനറേറ്റർ. അപ്പം ഇപ്പം പറയുന്ന കാര്യങ്ങൾ എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. വീഡിയോ മുഴുവൻ കാണാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാണ്. എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്ടർ. ഒരു ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്ത എനർജി കാണാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഒരു ഡെറിവേഷൻ ആണ്, അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ഇപ്പൊ അതിനുവേണ്ടി ഞാൻ ഒരു സർക്യൂട്ട് എടുത്തിട്ടുണ്ട്. ഒരു ഇൻഡക്ടർ ഉണ്ട്. ഒരു ഇൻഡക്ടർ എന്ത് ചെയ്യാം, നമ്മൾ എന്ത് ചെയ്യാം, ഒരു സെല്ലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിന് ക്രോസ് ആയിട്ട് ഒരു സ്വിച്ചും ഉണ്ട്. ഓക്കെ, അപ്പം നമുക്കൊരു ഇതാണ് ഇൻഡക്ടർ. നമുക്കൊരു കറണ്ട് ഇതിലൂടെ കൊടുത്തു കഴിഞ്ഞാൽ, ഒരു സെന്റ് ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, കറണ്ട് ഇതിലൂടെ പാസ് ചെയ്യും, കറണ്ട് ഇതിലൂടെ പാസ് ചെയ്യും, കറണ്ട് ഇതിലൂടെ പാസ് ചെയ്യും. ഓക്കെ, വെൻ സ്വിച്ച് ഈസ് ക്ലോസ്ഡ്, സ്വിച്ച് ക്ലോസ് ആകുന്ന സമയത്ത് കറണ്ട് എന്ത് ചെയ്യാം, ഇൻഡക്ടറിലൂടെ പാസ് ചെയ്യും. ആ കറണ്ട് കടന്ന് പോയാൽ എന്ത് ചെയ്യാൻ ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക എന്ന് പറയുകയാണെങ്കിൽ അവിടെ ശരിക്കും നടക്കുന്നത് എന്താ, ശരിക്കും അവിടെ പറയുന്ന ഒരു എനർജി സ്റ്റോറിംഗ് ആണ് നടക്കുന്നത്. എന്താണ് എനർജി സ്റ്റോറിംഗ് ആണ് നടക്കുന്നത് മനസ്സിലാക്കാം. ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതിന് ചുറ്റും ഒരു ഫ്ലക്സ് ഉണ്ടാവും. ഫ്ലക്സ് ഉണ്ടാവുക എന്ന് പറയുന്നത് ശരിക്കും അവിടെ ഒരു വർക്കാണ്. ശരിക്കും ആ ഒരു കറണ്ട് ചെയ്യുന്നത് ആ ഫ്ലക്സ് അതിലൂടെ കറണ്ട് ആ കോയിലൂടെ കടന്നു പോവാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒറ്റ കാര്യമാണ്, ശരിക്കും പറയുന്നത് ഒരു എനർജി ചേഞ്ച് ആണ് അവിടെ നടക്കുന്നത്. അതായത് വർക്കാണ് അവിടെ നടത്തുന്നത്. ഓക്കെ, ഒരു വർക്കാണ് അവിടെ നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വർക്ക് എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഒരു വർക്ക് ഈക്വൽ ടു നമുക്കറിയാം, പവർ ഈക്വൽ ടു വർക്ക് ബൈ ടൈം എന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, പവർ ഈക്വൽ ടു വർക്ക് ബൈ ടൈം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഒരു ഇക്വേഷൻ. ഓക്കെ, അങ്ങനെ പവർ ഈക്വൽ ടു വർക്ക് ബൈ ടൈം നമ്മൾ എഴുതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം വർക്ക് എന്ന് പറയുന്നത്, ഓക്കെ, വർക്ക് എന്ന് പറയുന്നത് പവർ ഇൻറ്റു ടൈം ആണ്. വർക്ക് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം ആണ്. പവർ ഈക്വൽ ടു വർക്ക് ബൈ ടൈം ആണെങ്കിൽ വർക്ക് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം പവർ ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറന്റ് ആണ്. പവർ എന്ന് പറഞ്ഞാൽ എപ്പോഴും വോൾട്ടേജും കറന്റിനും എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പവർ ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറന്റ് ആണ്. ഇവിടെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ EMF ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം, പവർ ഈക്വൽ ടു EI എന്ന് കൊടുക്കാം. പവർ ഈക്വൽ ടു EI എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇക്വേഷൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അങ്ങനെ വർക്ക് ഈക്വൽ ടു വർക്ക് ഈക്വൽ ടു W ഈക്വൽ ടു EIT എന്ന് കിട്ടി. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, അപ്പം വർക്ക് W ഈക്വൽ ടു EIT നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ഒരു കാര്യം ചോദിക്കാം. ഇപ്പൊ എപ്പോഴും കറന്റ് എപ്പോഴും ഞാൻ ഈ സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറന്റ് പതുക്കെ അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം അല്ലെ. കറന്റ് ഗ്രാജുവലായിട്ട് അതിന്റെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഇൻഡക്ടറിന്റെ ക്രോസ് ആയിട്ട്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുക അവിടെയാണ് വർക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ വർക്കാണ്. അങ്ങനെ ചെറിയ വർക്കാണ്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റും ചെറിയ വർക്ക് DW ഈക്വൽ ടു EI ഇൻറ്റു DT. ഓക്കെ, അപ്പൊ ചെറിയ സമയത്ത്, അതായത് DT എന്ന് പറഞ്ഞാൽ ചെറിയ സമയത്ത് ഞാൻ ചെയ്ത വർക്കിനെ പറയുന്നതാണ് ചെറിയ വർക്ക്. അപ്പൊ DW ഈക്വൽ ടു EIT EI ഇൻറ്റു DT എന്ന് കിട്ടും. EI ഇൻറ്റു DT എന്ന് കിട്ടി. ഓക്കെ, ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ 2 ഇക്വേഷൻ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇൻ ദ കേസ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ് ഇൻഡ്യൂസ്ഡ് EMF. അപ്പം ഇൻഡ്യൂസ്ഡ് ഈ സെൽഫ് ഇൻഡക്റ്റൻസ് കാണാൻ ഇൻഡ്യൂസ്ഡ് EMF കാണാൻ ഇക്വേഷൻ ഒരു ബന്ധമുണ്ട്. E ഈക്വൽ ടു L ഇൻറ്റു DI ബൈ DT. E ഈക്വൽ ടു L ഇൻറ്റു DI ബൈ DT നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഇത് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കാം. അപ്പം 3 ഇക്വേഷൻ കിട്ടി. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷൻ EIT കിട്ടി, സെക്കൻഡ് ഇക്വേഷൻ EI ഇൻറ്റു DT എന്ന് കിട്ടി, തേർഡ് ഇക്വേഷൻ E ഈക്വൽ ടു L ഇൻറ്റു DI ബൈ DT. അപ്പം 3 ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഇതിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് പോകാം. ഓക്കെ, അപ്പം ചെറിയ വർക്ക് DW ഈക്വൽ ടു EI ഇൻറ്റു DT എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഇക്ക് പരമായിട്ട് L ഇൻറ്റു DI ബൈ DT സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും, L ഇൻറ്റു DI ബൈ DT എന്ന് കിട്ടി, ഇൻറ്റു ബാക്കിയുള്ള IDT. ഓക്കെ, അപ്പം ഇക്ക് പകരമാണ് L ഇൻറ്റു DI ബൈ DT കൊടുത്തത്, ബാക്കിയുള്ള IDT അതേമാതിരി എഴുതി. ഇനി നമ്മൾ എന്താ പറയാ, DW ഈക്വൽ ടു LI ഇൻറ്റു DT. അതായത് ഇനി നമ്മൾ ഇത് വെട്ടിപ്പോള കാര്യങ്ങൾ വെട്ടിപ്പോവാ. ഓക്കെ, അപ്പോൾ ഇവിടെ വെട്ടിപ്പോള ഒരു ബിറ്റ് വെട്ടിപ്പോള കാര്യങ്ങൾ. ഇപ്പോൾ ഇവിടെ ഒരു DT ഉണ്ട്, ഇവിടെ ഒരു DT ഉണ്ട്, അത് രണ്ട് വെട്ടിപ്പോവാ. ബാക്കി എന്ത് ചെയ്യാം, DW ഈക്വൽ ടു L ഇൻറ്റു DI ഇൻറ്റു I എന്ന് കിട്ടി. ഓക്കെ, L ഇൻറ്റു IDA എന്ന് കിട്ടി, L ഇൻറ്റു IDA എന്ന് കിട്ടി. ഓക്കെ, ഒരു ഇക്വേഷൻ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് പറയാം, ഇത് നമുക്ക് എന്ത് ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ചെറിയൊരു വർക്കാണ് കിട്ടിയത്. അപ്പൊ നമ്മൾ ആ കറന്റ് എന്ത് കംപ്ലീറ്റ് ആയിട്ട് ആ ഇൻഡക്ടറിൽ അക്രോസ് ആയിട്ട് ചെയ്ത കംപ്ലീറ്റ് വർക്ക് കാണാം. അതിന് എന്ത് ചെയ്യാം, നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുക. അതായത് ചെറിയൊരു വർക്ക് കിട്ടിയ വലിയ വർക്ക് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യുക, ഇന്റഗ്രേഷൻ ആണ് യൂസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രേറ്റിംഗ് ടു ദ ഫുൾ വർക്ക് കിട്ടുക. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും, DW ഇന്റഗ്രൽ DW ഈക്വൽ ടു ഇന്റഗ്രൽ LI ഇൻറ്റു DI LI ഇൻറ്റു DI. ഇനി നമ്മൾ എന്ത് ചെയ്യാം, അപ്പം അവിടെയുള്ള ഇന്റഗ്രേഷൻ ലിമിറ്റ് കൊടുക്കുമ്പോൾ എപ്പോഴും 0 to I കൊടുക്കുക. എന്താണ് 0 to I? അത് കറന്റ് മിനിമം ടു കറന്റ് മാക്സിമം ആവുന്ന പോയിന്റ്. അതായത് കറന്റ് മിനിമം എന്ന 0, അതിന് മാക്സിമം ആകുമ്പോൾ I എന്ന് കൊടുക്കാം. ഓക്കെ, വിത്തിൻ ദ ലിമിറ്റ്. ഓക്കെ, അപ്പൊ അതിന് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ഇൻഡക്റ്റൻസ് പറഞ്ഞപ്പോഴും കോൺസ്റ്റന്റ് ആണ്. അതിന് ഇന്റഗ്രേഷൻ വെളിയിലേക്ക് എടുത്തു. ഓക്കെ,
എന്നിട്ട് ഇന്റഗ്രൽ ഡബ്ല്യു ഇന്റഗ്രൽ എൽ ഇൻറ്റു ഇന്റഗ്രൽ 0 to i dl i di എന്ന് കിട്ടി. ഓക്കെ, ഇന്റഗ്രൽ i di ഇന്റഗ്രൽ x raised to എന്ന് പറഞ്ഞാൽ എന്താ, x raised to n+1/n+1 ആണ്. ഓക്കെ, അപ്പൊ ഇന്റഗ്രൽ i എന്ന് പറഞ്ഞാൽ എന്താ, ഇന്റഗ്രൽ i di എന്ന് പറഞ്ഞാൽ എന്താ, ഇന്റഗ്രൽ i di എന്ന് പറയുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ഇന്റഗ്രൽ i²/2 ആണ്. എന്താണ് i²/2 ആണ്. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ഇന്റഗ്രേഷൻ കിട്ടിയ ലിമിറ്റും കൂടെ അപ്ലൈ ചെയ്യാം. ഇന്റഗ്രൽ l ഇൻറ്റു i²/2 ഇന്റഗ്രൽ 0 to i നമുക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇക്വേഷൻ കിട്ടി, ഒരു വർക്കിന് ഒരു ഇക്വേഷൻ കിട്ടി, W=12 എന്ന് കിട്ടി, W=12 എന്ന് കിട്ടി. അപ്പം ദിസ് ഈസ് ദ ഇക്വേഷൻ, അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ നമ്മൾ നോട്ട് ചെയ്യാം. ദിസ് ഈസ് ദ ഇക്വേഷൻ ഓഫ് എനർജി സ്റ്റോർഡ് ഇൻ എ ഇൻഡക്ടർ. ഒരു ഇൻഡക്ടറിൽ എത്രത്തോളം എനർജിയാണ് സ്റ്റോർ ചെയ്തത് എന്ന് കാണാൻ ഇക്വേഷൻ ആണ് W=12 എന്ന് കണ്ടാൽ മതി. അപ്പം ഇൻഡക്ടറിൽ എത്രത്തോളം എനർജി സ്റ്റോർ ചെയ്ത് കാണാൻ W=12 കണ്ടാൽ മതി. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങൾ പഠിക്കേണ്ട ഇക്വേഷൻ. ഇൻഡക്ടറിലൂടെ എനർജി സ്റ്റോർ ചെയ്യുന്ന ഇക്വേഷൻ കാണുന്ന ഡെറിവേഷൻ ആണ്. വളരെ എളുപ്പമാണ്, നിങ്ങൾ ഇത് പഠിച്ചിരിക്കാം. ഓക്കെ, അപ്പൊ ഇനി ഇതിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ടതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് AC ജനറേറ്റർ എന്നുള്ളത്. ഓക്കെ, അപ്പം AC ജനറേറ്ററിനെ കുറിച്ച് നമുക്ക് പറയാം. നമുക്കറിയാൻ പറ്റും, നമ്മൾ കല്യാണ വീടുകളിലും ബാക്കിയുള്ള അതുപോലെ തന്നെ ചില വീടുകളിലൊക്കെ എന്ത് ചെയ്യുക, ചില സ്ഥാപനങ്ങളിലും ഹോട്ടലുകളിലൊക്കെ എന്ത് ചെയ്യുക, ജനറേറ്ററുകൾ ഉണ്ടെന്ന് പറയാം. അവിടെ ഉള്ള എനർജി കൺവേർഷൻ എന്താണ്, അവിടെ നമ്മൾ മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുക. ആ ഡിവൈസ് ആണ് ശരിക്കും ജനറേറ്റർ എന്ന് പറയാം. ഓക്കെ, അതായത് AC ജനറേറ്റർ എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന മെക്കാനിക്കൽ എനർജിയെ എന്ത് ചെയ്യുക, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. ഈ AC ജനറേറ്റർ അതായത് മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. ഓക്കെ, ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. അപ്പം നമ്മുടെ ചാപ്റ്റർ എന്താണ്, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. അപ്പം ഈ AC ജനറേറ്റർ എന്ന് പറയുമ്പോഴും ഈ AC ജനറേറ്റർ എന്നതാ അതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പം ഇതിന്റെ വർക്കിംഗ്, അതിന്റെ ഡയഗ്രാം, ബാക്കി കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പം ഇതിന് വേണ്ടിയിട്ട് എന്റെ രണ്ടൊരു മാഗ്നറ്റ് എടുത്തിട്ടുണ്ട്, രണ്ട് മാഗ്നറ്റ്, ഒന്ന് നോർത്തും ഉണ്ട് ഒരു സൗത്തും ഉണ്ട്. അപ്പൊ രണ്ട് മാഗ്നറ്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനിടയിൽ ഞാൻ എന്തൊരു കോയിൽ കൊണ്ടുവച്ചിട്ടുണ്ട്, റെക്ടാങ്കുലർ കോയിലൂടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ രണ്ട് മാഗ്നറ്റ് ഉണ്ട്, ശ്രദ്ധിക്കുക, രണ്ട് മാഗ്നറ്റ് ഉണ്ട് N and S. ഓക്കെ, ഇതിനിടയിൽ ഒരു ഞാൻ റെക്ടാങ്കുലർ കോയിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കുക. പിന്നെ വേറെ കാര്യം, ഈ രണ്ട് മാഗ്നറ്റും പെർമനന്റ് മാഗ്നറ്റ് ആണോ, രണ്ട് പെർമനന്റ് മാഗ്നറ്റ് ആണ് വിചാരിക്കുക, നോർത്ത് ആൻഡ് സൗത്ത് പോലുള്ള രണ്ട് മാഗ്നറ്റ് ആണ് വിചാരിച്ചോ. ആ മാഗ്നറ്റിന്റെ ഇടയിൽ ഞാൻ റെക്ടാങ്കുലർ കോയിൽ ബേസ് ചെയ്യാം. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഫ്രം നോർത്ത് ടു സൗത്ത്. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ പറഞ്ഞാൽ നോർത്ത് നിന്ന് സൗത്തിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യുക, ഡയറക്ഷൻ ഉണ്ടാവും. അപ്പൊ നമ്മൾ പറഞ്ഞു, രണ്ട് കോയിൽ എടുത്തു, അതിൽ റെക്ടാങ്കുലർ കോയിൽ പ്ലേസ് ചെയ്തു. ആ റെക്ടാങ്കുലർ കോയിലിന്റെ എൻഡിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഒരു സ്ലിപ്പ് റിങ്ങൾ കൊടുത്തിട്ടുണ്ട്, രണ്ട് സ്ലിപ്പറുകൾ, സ്ലിപ്പർ 1 സ്ലിപ്പർ 2, അങ്ങനെ രണ്ട് സ്ലിപ്പ് റിങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ സ്ലിപ്പർ ഒന്ന് അറ്റാച്ച് ചെയ്തിട്ട് രണ്ട് ബ്രഷുകളും കൊടുത്തിട്ടുണ്ട്. ഈ ബ്രഷുകളിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുക, കറന്റ് കിട്ടുക. അതായത് ഗാൽവനോമീറ്റർ കൊടുത്തിട്ടുണ്ട്, അതിന്റെ കറന്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ. അപ്പം ഡയഗ്രാം നന്നായിട്ട് വരയ്ക്കണം. അപ്പൊ AC ജനറേറ്ററിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഡയഗ്രാം വരയ്ക്കുക. ഓക്കെ, ഡയഗ്രാം വരച്ചതിന് ശേഷം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഇപ്പൊ നമുക്കറിയാൻ പറ്റും നോർത്ത് ആൻഡ് സൗത്ത്. അപ്പൊ എപ്പോഴും മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഫ്രം നോർത്ത് ടു സൗത്ത് ആണ്. ഇതിനിടയിൽ ഞാൻ എന്ത് ചെയ്യുക, അതായത് മാഗ്നറ്റിക് ഫീൽഡിനെ കട്ട് ചെയ്യുക. അപ്പൊ എന്തെങ്കിലും സാധനം വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിനെ കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഒരു കാര്യം ചോദിച്ചേക്കാം. സപ്പോസ് നമുക്കറിയാൻ പറ്റും, ഈ ഒരു സാധനം ഇങ്ങനെ തിരിയുകയാണെങ്കിൽ ഇതൊരു മെക്കാനിക്കൽ എനർജി, അതായത് ഇതിന് തിരിക്കാൻ വേണ്ടി ഞാനൊരു മെക്കാനിക്കൽ എനർജി കൊടുക്കുകയാണ്. ഇതിന് തിരിക്കുമ്പോൾ എന്ത് ചെയ്യുക, മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും നോർത്തും സൗത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്തെങ്കിലും കട്ട് ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡ് കട്ട് ചെയ്യാന്ന് പറയുമ്പോൾ അവിടെ ഫ്ലക്സ് ആണ് ചേഞ്ച് ആണ്. മാഗ്നറ്റിക് ഫ്ലക്സ് കട്ട് ചെയ്യുന്ന ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാവും. ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാകുമ്പോൾ മാത്രമേ പറഞ്ഞിട്ട് കറന്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. എന്നാൽ ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാകുമ്പോൾ അവിടെ കറന്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഡയഗ്രാം വരച്ചെടുക്കുക ബുക്കിലേക്ക്. അതിനുശേഷം ഈ കാര്യങ്ങളൊക്കെ എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ പറഞ്ഞു, ഈ ഡയഗ്രാം ഒന്നുകൂടി കൊടുത്തിട്ടുണ്ട്, നോർത്ത് ആൻഡ് സൗത്ത് ഉണ്ട്. ഫ്രം നോർത്തും സൗത്തിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുമ്പോൾ ഇതിനാണ് ഞാൻ എന്ത് ചെയ്യുക, അങ്ങനെ കട്ട് ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാവും. ഫ്ലക്സ് ചേഞ്ച് ഉണ്ടായെങ്കിൽ അവർ കറന്റ് ഫ്ലോ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് ശ്രദ്ധിക്കാം. നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡിന് ഇക്വേഷൻ അറിയാം. മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ B ഡോട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു ഏരിയ ആണ്. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ, ഇതൊരു ഇക്വേഷൻ നമുക്ക് അറിയാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പം വേറെ ഇക്വേഷൻ അറിയാം, BA ഇൻറ്റു കോസ് തീറ്റ. മാഗ്നറ്റിക് ഫ്ലക്സിന് പഠിക്കൽ BA ഇൻറ്റു കോസ് തീറ്റ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമുക്കറിയാൻ പറ്റും. ഓക്കെ, ഇവിടെ ഒമേഗ, ഈ ഒമേഗയ്ക്ക് അതായത് ഈ
ഒമേഗ ഇസിക്കൽ തീറ്റ ബൈ ടി നോക്കിയാൽ ആംഗുലർ വെലോസിറ്റി ഒമേഗ ഇസിക്കൽ തീറ്റ ബൈ ടി നമുക്കറിയാം. ഓക്കെ, അപ്പൊ ഒമേഗ ഇസിക്കൽ തീറ്റ ബൈ ടി ആണെങ്കിൽ തീറ്റയ്ക്ക് പകരം ഒമേഗ ടി ആവും. അപ്പൊ തീറ്റ കാണുകയാണെങ്കിൽ നമുക്ക് ഒമേഗ ടി കിട്ടി. അപ്പം ഇവിടെയുള്ള തീറ്റയ്ക്ക് പകരം എന്ത് കിട്ടി? ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ ഈ തീറ്റയ്ക്ക് പകരം നമ്മൾ ഒമേഗ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ തീറ്റയ്ക്ക് പകരം ഒമേഗ ടി, അത് ഇവിടെ നിന്നുള്ള തീറ്റ ഇസിക്കൽ ഒമേഗ ടി കിട്ടി. ആ കിട്ടിയ വാല്യൂ ഈ തീറ്റന്റെ ഭാഗത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പം ഫൈ ഇസിക്കൽ ബി എ ഇൻറ്റു കോസ് ഒമേഗ ടി എന്ന് കിട്ടി. ഓക്കെ, നമുക്ക് ഒരു ഇക്വേഷൻ അറിയാം, ഇ ഇസിക്കൽ ടു മൈനസ് ഡി ഫൈവ് ബൈ ഡി ടി എന്ന് അറിയാം. ഇ ഇസിക്കൽ ടു മൈനസ് ഡി ഫൈവ് ബൈ ഡി ടി എന്ന് അറിയാം. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാം? ഈ കിട്ടിയ ഫൈനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഈ ഫൈ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? മൈനസ് ഡി ബൈ ഡി ടി ഓഫ് ബി എ ഇൻറ്റു കോസ് ഒമേഗ ടി, മൈനസ് ഡി ബൈ ഡി ടി ഓഫ് ബി എ ഇൻറ്റു കോസ് ഒമേഗ ടി നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ബാക്കി ഭാഗത്തേക്ക് പോകാം. അങ്ങനെയാണെങ്കിൽ ഇ ഈക്വൽ ടു മൈനസ് ബി എ ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് കോസ് ഒമേഗ ടി എന്ന് കിട്ടി. ഓക്കെ, അപ്പം നമുക്കറിയാം ബി എ ഇൻറ്റു കോസ് ഒമേഗ ടി. അപ്പം മൈനസ് ബി എനെ നമ്മൾ പുറത്തേക്ക് എടുത്തു, ഡി ബൈ ഡി ടി ഓഫ് കോസ് ഒമേഗ ടി നമുക്ക് കിട്ടി. ഇത്ര കാര്യം നമുക്ക് കിട്ടി. ഇനി ചെയ്യേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡി ബൈ ഡി ടി ഓഫ് കോസ് ഒമേഗ ടി എന്ന് പറയുന്നത് സൈൻ ഒമേഗ ടി ഇൻറ്റു ഒമേഗ എന്നാണ്. എന്താണ് സൈൻ ഒമേഗ ടി ഇൻറ്റു ഒമേഗ? ഡി ബൈ ഡി ടി ഓഫ് കോസ് ഒമേഗ ടി അല്ലെങ്കിൽ കോസ് എക്സ് അല്ലെങ്കിൽ കോസ് ഒമേഗ ടി എന്ന് എന്താ? സൈൻ മൈനസ് സൈൻ ഒമേഗ ടി ഇൻറ്റു ഒമേഗ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഒമേഗ എന്നാണ്. ഓക്കെ, ഡെറിവേറ്റീവ് ഓഫ് ഒമേഗ ടി എന്ന് പറഞ്ഞാൽ എന്താ? ഒമേഗ. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് സൈൻ ഒമേഗ ടി ഇൻറ്റു ഒമേഗ എന്ന് കിട്ടി. ഓക്കെ, മൈനസ് ബി എ. ഓക്കെ, ഇത്രയും കാര്യം കിട്ടി. ഇനി എന്ത് ചെയ്യാം? ഈ മൈനസ് എന്ത് ചെയ്യാം? പ്ലസ് ആയി. അപ്പൊ എന്ത് ചെയ്യാം? ഇ ഈക്വൽ ടു ബി എ ഡബ്ല്യു ഇൻറ്റു ബി എ ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ടി, ബി എ ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ടി നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ ഇതിനെ റീ അറേഞ്ച് എഴുതി. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞു കുറെ നമ്പർ ഓഫ് എന്നീ തന്നെ നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. അത് നമുക്കറിയാൻ പറ്റും. കുറെ നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്, അല്ലെങ്കിൽ കുറെ നമ്പർ ഓഫ് മാറ്റിബിൾ ഉണ്ട്. അപ്പൊ കുറെ നമ്പർ ഓഫ് മാറ്റിബിൾ ഇവിടെ കട്ട് ചെയ്യണത്. അങ്ങനെ നമുക്ക് ഇവിടെ പറയാൻ പറ്റും ഇ ഈക്വൽ ടു എൻ ബി എ ഒമേഗ സൈൻ ഒമേഗ ടി എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇത്ര കാര്യം നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമ്മളോട് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ എൻ ബി എ ഒമേഗനെ നമ്മൾ പറയുന്ന പേരാണ് ഇ സീറോ. എന്താണ്? എൻ ബി എ ഒമേഗ ഈക്വൽ ടു എന്താ? ഇ സീറോ ആണ്. എന്താണ്? ഇ സീറോ ആണ്. മനസ്സിലായോ? ഇ സീറോ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ഇ എം എഫ് ആണ്, അത് ഇ എം എഫ് ആണ്. ഓക്കെ, അപ്പൊ ഇതിന് ഒരു ഇ സീറോ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇ സിക്കൽ ടു ഇ സീറോ സൈൻ ഒമേഗ ടി കിട്ടി. ഇ സിക്കൽ ടു ഇ സീറോ സൈൻ ഒമേഗ ടി നമുക്ക് കിട്ടി. ഓക്കെ, അപ്പം ഇതിന് പ്രധാനമായിട്ടുള്ള ഇക്വേഷൻ ആണ് ഇ സിക്കൽ ടു ഇ സീറോ സൈൻ ഒമേഗ ടി. അപ്പം ഇ എം എഫിന് കിട്ടി, എ സി ജനറേറ്റ് ചെയ്യണ ഇ എം എഫിന് ഇക്വേഷൻ കിട്ടി. ഇ സിക്കൽ ടു ഇ സീറോ സൈൻ ഒമേഗ ടി എന്നുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാനുണ്ട്. ഇപ്പൊ സപ്പോസ് നമുക്കൊരു ഇപ്പൊ സൈൻ ഞാൻ ഡിഫറൻറ്റ്, അതായത് സൈൻ ഒമേഗ ടി എന്ന് പറയുന്നത് ഒരു തീറ്റ ആണ്, ഒരു ആംഗിൾ ആണ് അല്ലെ. അപ്പൊ ഈ ഓരോ വാല്യൂ കൊടുക്കുക. അപ്പൊ സൈനിന്റെ മാക്സിമം വാല്യൂ എവിടെ ഏത് ആംഗിളാണ് കിട്ടുക നമുക്ക് നോക്കാം. ഇപ്പൊ തീറ്റയ്ക്ക് ഒരു 90 ഡിഗ്രി കൊടുത്തു വെച്ചോ. അപ്പൊ സൈൻ സീറ്റ അല്ലെങ്കിൽ സീറ്റയ്ക്ക് 90 ഡിഗ്രി അല്ലെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ സൈൻ ഒമേഗ ടി ഈക്വൽ ടു എന്താ? സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ 1 ആണ്. അതായത് ഒമേഗ ടിക്ക് എന്ന് പറഞ്ഞാൽ 1 ആണ്. സൈൻ 90 എന്ന് പറഞ്ഞാൽ 1 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇ ഈക്വൽ ടു ഇ സീറോ എന്ന് കിട്ടി. ഓക്കെ, ഇ ഈക്വൽ ടു ഇ സീറോ നമുക്ക് കിട്ടി. അപ്പം സൈനിന്റെ വാല്യൂ അല്ലെങ്കിൽ തീറ്റയുടെ വാല്യൂ 90 ആവുന്ന സമയത്താണ് ഇ എം എഫ് മാക്സിമം ആവണമെന്ന് മനസ്സിലാക്കുക. സൈനിന്റെ വാല്യൂ 90 ആവുന്ന സമയത്താണ് ഇ എം എഫ് മാക്സിമം ആവുന്നത്. ആ കാര്യങ്ങളാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പം ഇ ഈക്വൽ ടു ഇ സീറോ സൈൻ ഒമേഗ ടി ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ ഒരു ഓംസ് ലോ യൂസ് ചെയ്യാൻ പോകണേ. ഓംസ് ലോ അക്കോർഡിംഗ് ടു ഓംസ് ലോ പ്രകാരം നമുക്കറിയാൻ പറ്റും ഐ ഈക്വൽ ടു വി ബൈ ആർ, ഐ ഈക്വൽ ടു വി ബൈ ആർ, ഐ ഈക്വൽ ടു വി ബൈ ആർ എന്ന് പറഞ്ഞാൽ അപ്പം ഇവിടെ വി എന്ന് പറഞ്ഞാൽ എന്താ? ഇ എം എഫ് ആണ്. അപ്പം ഇ ബൈ ആർ കിട്ടി. ഓക്കെ, അപ്പം ഇക്ക് ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, ഇ ഈക്വൽ ഇ സീറോ സൈൻ ഒമേഗ ടി. അപ്പം ഈ ഒരു ഇന് പകരമായിട്ട് നമ്മൾ ഇ സീറോ സൈൻ ഒമേഗ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ ഇ സീറോ സൈൻ ഒമേഗ ടി ബൈ ആർ എന്ന് കിട്ടി. ഓക്കെ, അപ്പം ഇ സീറോ ബൈ ആർ ഇതിനെ പറയുന്ന പേരാണ് കറന്റ്. ഓക്കെ, അപ്പൊ എന്തുവരും? ഐ ഈക്വൽ ടു അപ്പൊ ഐ ഈക്വൽ ടു എന്താ? ഐ സീറോ സൈൻ ഒമേഗ ടി എന്നുള്ള ഇക്വേഷൻ കിട്ടിയല്ലോ. അപ്പം ഒരു എ സി ജനറേറ്ററിന് അക്രോസ് ആയിട്ടുള്ള ഇ എം എഫിന്റെ ഇക്വേഷനും കറന്റ് ഇക്വേഷൻ കിട്ടി. ഇപ്പം കിട്ടിയ എന്താ? കറന്റ് ഇക്വേഷൻ കിട്ടി. ഓക്കെ, കറന്റ് ഇക്വേഷൻ ഇ എം എഫിന്റെ ഇക്വേഷൻ ഇ ഈക്വൽ ടു എന്താ? ഇ സീറോ സൈൻ ഒമേഗ ടി. അപ്പം ഒരു എ സി ജനറേറ്ററിന് അക്രോസ് ഉള്ള കറന്റിന്റെ ഇക്വേഷൻ കിട്ടി, ഇ എം എഫിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ തീറ്റയ്ക്ക് അല്ലെങ്കിൽ ഒമേഗ ടിക്ക് ഡിഫറെന്റ് ആംഗിൾ കൊടുത്തു വെക്കാം, ഡിഫറെന്റ് വാല്യൂസ് കൊടുക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്ന കറന്റിന്റെയും അതുപോലെ ഇ എം എഫിന്റെ വാല്യൂസ് ഒക്കെ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കറിയാം ഒരു ഇക്വേഷൻ അറിയാം, ഇ ഈക്വൽ ടു ഇ സീറോ സൈൻ ഒമേഗ ടി, ഇ ഈക്വൽ ടു ഇ സീറോ സൈൻ ഒമേഗ ടി നമുക്ക് ഇക്വേഷൻ അറിയാം. ഓക്കെ, അപ്പൊ ഒമേഗ ടി സീറോ കൊടുക്കുക. ഈ സൈൻ ഒമേഗ ടി സീറോ ആകുമ്പോൾ സൈൻ സീറോ എന്ന് പറഞ്ഞാൽ എന്താ? സീറോ ആണ്. അപ്പം ഈ ഇ എം എഫ് എന്താവും? സീറോ.
ഓക്കെ. ഇനി സൈൻ അടുത്ത വാല്യൂ. ഓക്കെ, അടുത്ത വാല്യൂ സൈൻ ഒമേഗ ടി. സൈൻ 90 എന്ന് പറഞ്ഞാൽ സൈൻ 90 എന്ന് പറഞ്ഞാൽ 1 ആണ്. അങ്ങനെയാണ് ഈ സിക്കൽ എന്തോ E0 കിട്ടി. ഓക്കെ, ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സൈൻ 90 എന്ന് പറയുമ്പോൾ എന്തോ -1 ആണ്. -1 ആകുമ്പോൾ ഈക്വൽ ടു മൈനസ് E0 ആയി മാറും. ഇനി സൈൻ 270 പറഞ്ഞാൽ 0 ആണ്. അതുകൊണ്ട് ഈക്വൽ ടു 0 ആയി മാറും. ഓക്കെ, ഇനി സൈൻ 360 എന്ന് പറഞ്ഞാൽ എന്താ 0 ആണ്. സൈൻ 360 പറഞ്ഞാൽ 0 ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഈക്വൽ ടു 0 ആയി മാറും. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. എക്സ് ആക്സിസിൽ എന്ത് ചെയ്യാം, ഫേസും അതായത് ഒമേഗ ടിയും ഓക്കെ. വൈ ആക്സിസിൽ എന്ത് ചെയ്യാം, EMF E0 E0 ഈക്വൽ ടു മൈനസ് E0 കൊടുക്കുക. അപ്പം EMF ശ്രദ്ധിക്കുക, EMF മാക്സിമം ആവുന്നത് വാല്യൂ 90 ഓക്കെ. അപ്പം ഇവിടെ ഈ 90 ഡിഗ്രിയിലാണ് EMF മാക്സിമം ആവുന്നത്. ക്ലിയർ ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, EMF മാക്സിമം ആണ് 90 ഡിഗ്രിയിലാണ്. ഓക്കെ, അപ്പൊ എവിടെയൊക്കെ മാക്സിമം ആവണമെന്ന് നോക്കാം. ഒന്ന് ഇവിടെയും ഒന്ന് ഇവിടെയും. ഓക്കെ, ഒന്ന് ഇവിടെയും 270 ആകുമ്പോൾ ഈക്വൽ ടു മൈനസ് E0 സോറി ഈക്വൽ ടു മൈനസ് E0 ആയി മാറും. ഈക്വൽ ടു മൈനസ് E0 ആയിരിക്കും. സൈൻ 270 പറഞ്ഞാൽ -1 ആണ്. അപ്പൊ എന്ത് ചെയ്യാം, ഈക്വൽ ടു മൈനസ് E0 ആയി മാറും. ഓക്കെ, അപ്പോ ഇത്ര കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിൽ ഇവിടെ 0 കേട്ടോ. സൈൻ 180 എന്ന് പറഞ്ഞാൽ 0 ആണ്. സൈൻ 270 ആണ് -E0. ഓക്കെ, അപ്പം ഈ വാല്യൂസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക. അപ്പൊ എക്സ് ആക്സിസിൽ നെഗറ്റീവും വൈ ആക്സിസിൽ എന്ത് ചെയ്യുക, EMF വെച്ചിട്ട് പ്ലോട്ട് ചെയ്യാം. ഇങ്ങനെ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു എസിയുടെ ഗ്രാഫ് കിട്ടും. നമ്മൾ പറഞ്ഞു AC കറന്റ് എന്ന് പറയുമ്പോൾ എന്താ, ഇങ്ങനെയല്ലേ ഒരു ACയുടെ കറന്റ്. ആ ഗ്രാഫിൽ അവിടെ കിട്ടിയത്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത ക്ലാസ്സിൽ കാണും. അതുവരെ ഗുഡ് ബൈ.